ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ്. തീയൽ പോലത്തെ കറി. പക്ഷേ അതിൽ നമ്മൾ മിക്സ്ഡ് വെജിറ്റബിളൊക്കെ ഇട്ട് നല്ലൊരു കറി. അത് നമ്മൾ ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശേൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിലാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാമേ. ഇപ്പോൾ വെണ്ടയ്ക്ക, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഫ്രോസൺ ആണ് കേട്ടോ. ഈ വെണ്ടയ്ക്ക ഫ്രോസൺ ആയതുകൊണ്ട് കുറച്ച് അതിനൊരു വഴവഴപ്പ് പോലെയുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ, ഫ്രോസൺ തേങ്ങയാണ് ഞാൻ എടുത്തേക്കണേ. പിന്നെ ഒരു വലിയ സൈസ് തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലയും. ഈ മസാലയ്ക്ക് അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പുളി, പിന്നെ കുറച്ച് മഞ്ഞൾ. അപ്പോൾ തേങ്ങ ഇങ്ങനെ നമ്മൾ അരപ്പുണ്ടാക്കത്തില് നല്ലോണം ബ്രൗൺ ആവണ വരെ അതിനെ വഴറ്റിയിട്ട് അതിലോട്ട് ഈ മസാല എല്ലാം ഇട്ട് നല്ലോണം അരച്ചെടുക്കണം. ഈ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊന്ന് മാറാനായിട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് തന്നെ വഴുവഴുപ്പ് കുറച്ചൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഫ്രഷ് വെണ്ടയ്ക്കയാണെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമായിരിക്കും നല്ലത്. അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോക്കനട്ട് ഒന്ന് ബ്രൗൺ ചെയ്തെടുക്കാം. ഇത് നല്ലവണ്ണം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീയൽ പോലെ അങ്ങ് ഒത്തിരി ബ്രൗൺ ഒന്നും ആവേണ്ട കാര്യമില്ല. കുറച്ച് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പൊടികളെല്ലാം ഇടാം. മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, പിന്നെ ടർമറിക് പൗഡർ, ജിഞ്ചർ ഗാർലിക് കുറച്ചുള്ളത്, പിന്നെ പുളിയും കൂടെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നല്ലൊരു മണം വരുന്ന മൂത്ത് കഴിയുമ്പോൾ ഈ മസാലയെല്ലാം. എന്നിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, തിന്നായിട്ട്. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ടേക്ക് കത്തിരിക്ക ഇടാം. അതും ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ടേക്ക് മുരിങ്ങക്കായ ഇടണേ. മുരിങ്ങക്കായ എൻ്റെ അടുത്തുള്ള മുരിങ്ങ ഫ്രോസൺ മുരിങ്ങക്കായ, ഫ്രഷ് ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ്, നമ്മുടെ സവാള ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ടൊമാറ്റോ, ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി ഒരു 1/2 കപ്പ് വെള്ളം, അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കണം. ഇത് കണ്ടോ, ഇത് വെന്തു, അധികം വെള്ളമൊന്നുമില്ല. വേണമെങ്കിൽ വെള്ളം നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഈ അരപ്പതിലോട്ട് ചേർക്കുക. ഞാൻ കുറച്ച് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു. ഈ ഗ്രേവീൻ്റെ കൺസിസ്റ്റൻസി ഇച്ചിരി തിന്നായിട്ടിരിക്കണം. ബിക്കോസ് ഇതൊന്ന് നമ്മൾ തീയലുണ്ടാക്കുമ്പോൾ അത്ര കട്ടിക്ക് ആവശ്യമില്ല. കുറച്ച് തിൻ ആൻഡ് ലൂസായിട്ടിരിക്കണം ഒഴിക്കാൻ പാകത്തിന്. ഇനി ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതേ മൂടി വെച്ചിട്ട് ഒരു 8 to 10 മിനിറ്റ്സ് നല്ലോണം അതിന് തിളപ്പിക്കണം. ഇത് കണ്ടോ, ഇതേപോലെ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം കുക്കാവും, നല്ല സോഫ്റ്റാവും. ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി. പക്ഷേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റൗ ടേൺ ഓഫ് ചെയ്തിട്ട് കടുക് വറുക്കുക. എന്ന് വെച്ചാൽ കടുക് വറുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിലോട്ടേക്ക് നമ്മുടെ മസ്റ്റർഡ് സീഡ്സും ഫെനുഗ്രീക്ക് സീഡ്സും പിന്നെ കറിവേപ്പില ഇട്ട് അത് മൂത്ത് കഴിയുമ്പോൾ അത് ഇതിലോട്ട് ഇടുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് മൂടി വെക്കുക. കണ്ടോ, എത്ര നല്ല അടിപൊളി കറിയാണ്. ഭയങ്കര ടേസ്റ്റും. ഇത് മീൻ വറുത്തതും ഉണക്കമീൻ വറുത്തതും അല്ലെങ്കിൽ ചമ്മന്തിയിലൊക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഫിഷ് കറിയാണ്. മാങ്ങ ഇട്ട് തേങ്ങാപ്പാലോട്ട് ഉണ്ടാക്കിയ ഫിഷ് കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ്. എന്നിട്ട് കമൻസൊക്കെ ഇടണം. ഇത് കണ്ടോ, ഇന്ന് എൻ്റെ ലഞ്ചാണിത്. ഞാൻ എല്ലാ കറിയും എടുത്തു. ഞാൻ തീയലെടുത്തു, ഞാൻ പിന്നെ ആ ഫിഷ് കറി എടുത്തു, പിന്നെ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് പീര ഉണ്ടായിരുന്നു, മത്തിപ്പീര, അതും എടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു ലഞ്ചായിരുന്നു.
ഇന്ന്. അപ്പോൾ പിന്നെ കാണാം ഫ്രണ്ട്സ്, ബൈ.